ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ട്വിൻ പ്രഗ്നൻസി ആയ ഒരു സ്ത്രീയുടെ അതിസാഹസികതയാണ്. പ്രഗ്നൻസിയിൽ വർക്കൗട്ട് ചെയ്യുമ്പം അമ്മയ്ക്ക് ലഭിക്കുന്ന ശാരീരിക ഗുണങ്ങളെക്കുറിച്ച് പറയാം. പ്രധാനമായിട്ടും നോർമൽ ഡെലിവറി ആകാനൊന്നല്ല പ്രഗ്നൻസിയിൽ എക്സസൈസ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ. എക്സസൈസ് ചെയ്താൽ പ്ലാസൻ്റെ വഴി കുഞ്ഞിന് കൂടുതൽ ഓക്സിജനും ന്യൂട്രീഷൻസും ലഭിക്കുന്നതാണ്. It's my beautiful pregnancy journey. Follow me. ഐഡൻറ്റിക്കൽ ട്വിൻ പ്രഗ്നൻസ് വർക്കൗട്ട് സീരീസിൽ, അതായത് എൻ്റെ ട്വിൻ പ്രീനാറ്റൽ വർക്കൗട്ട് സീരീസിൽ ഇത് 4th മന്ത് ആകുന്നു. 4th മന്ത് സ്റ്റാർട്ടിംഗ് ആണ്, അതായത് 2nd ട്രൈമസ്റ്ററിലാകുന്നു. എൻ്റെ പ്രീനാറ്റൽ വർക്കൗട്ട് വീഡിയോ, അതായത് എൻ്റെ ഐഡൻറ്റിക്കൽ ട്വിൻ പ്രഗ്നൻസി വർക്കൗട്ട് വീഡിയോ എന്തുകൊണ്ട് ഇത്രയും നാളും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുവാൻ ഡിലേ ആയി എന്നതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതിൻ്റെ റീസൺസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഈ പോർഷൻസ് കാണാൻ താല്പര്യമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റെ വർക്കൗട്ട് വീഡിയോ കാണാവുന്നതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ടിപ്സ്, കുഞ്ഞുങ്ങളുടെ ഇമേജസ്, ഞാൻ ചെറുതായിട്ട് എന്തൊക്കെ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ടിപ്പായിട്ട് ഇടുന്നുണ്ട്. അതിന് ജസ്റ്റ് സംസാരം മാത്രമാകുമ്പോൾ ആർക്കും ബോറടിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ്. എല്ലാം ഒന്നുമില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പം ജൂണിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 2026 ഡേറ്റ് കൊടുത്തേക്കാം. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഫ്രീ ടൈം അങ്ങനെ കിട്ടാറൊന്നുമില്ല. ഇത്രയും വർഷം ഡിലേ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് കുറേ വീഡിയോ നഷ്ടപ്പെട്ടു പോയിരുന്നു. പിന്നെ അതൊക്കെ റിക്കവർ ചെയ്ത് എടുത്തു. പിന്നെ ഇങ്ങനെ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ, ശാരീരികാവസ്ഥ, മാനസികാവസ്ഥ, 60ാമത്തെ ദിവസം മുതൽ ട്വിൻ ബേബീസിന് ഒറ്റയ്ക്ക് നോക്കുകയാണ്. അന്ന് മുതൽ ഇരട്ടക്കുട്ടികളടക്കം 4 മക്കൾ, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ അത്യാവശ്യം ഓൺലൈൻ ട്രെയിനിങ് ഇപ്പോൾ പോകുന്നുണ്ട്. ഏകദേശം ഒരു 6-7 സെക്ഷനോളം ഡെയിലി കയറുന്നുണ്ട്. കുഞ്ഞ് ക്ലാസ്സുകളാണ് ദൈവാനുഗ്രഹിച്ച് പോകുന്നുണ്ട്. അപ്പം ഒരു ദിവസം ഇത്രയും സെക്ഷൻസ് കയറുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂൾ വന്നപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കണം, കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരണം, പിന്നെ ഓരോരുത്തർ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങൾ അത് ചെയ്യണം, അതിൻ്റെ ക്ലാസ് മാനേജ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോൾ, ഒറ്റയ്ക്ക് ഒരാൾ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ടുണ്ടെങ്കിൽ കാലത്ത് 6 to 7 ഉണ്ട് സെക്ഷൻ, 7 to 8:30 എനിക്ക് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഈ 7 to 8:30 ആണ് കുഞ്ഞുങ്ങളെ സ്കൂൾ വിടാൻ റെഡിയാക്കുന്നതല്ല. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു എനിക്കിതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അത്രയും ഒരു വലിയ ടാസ്കിൽ കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുള്ള സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിളേ അല്ല. അത് നിങ്ങൾക്കിപ്പോൾ കേൾപ്പിച്ച് തരാം സൗണ്ട്. ഇതിന് കയ്യ് കണ്ടോ, ഈ വീഡിയോയിൽ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു ഒച്ച, ബഹളം, ടിവിയുടെ സൗണ്ട്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഇരുന്നിട്ട് വേണം വോയിസ് ഓവർ കൊടുക്കാൻ. പിന്നെ മൈക്ക്, വോയിസ് ക്യാൻസലേഷൻ മൈക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒരു മൈക്ക് വാങ്ങി അത് വോയിസ് ക്യാൻസലേഷനൊന്നും വലിയ രീതിയിൽ വർക്കാകാനായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പുറകിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും. ഇതിപ്പോൾ മുകളിലാണ് ഗേറ്റ് അടിക്കുന്ന സൗണ്ട് ആയിരിക്കും, കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഡിസ്റ്റർബൻസ്. രാത്രി വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 9:30 to 10:30 ആണ് ലാസ്റ്റ് സെക്ഷൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടയേർഡാവും. പിന്നെ അപ്പോഴും ഞാൻ എടുക്കാൻ ട്രൈ ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ മുമ്പ് രാത്രി എടുത്തപ്പോൾ ക്ലാരിറ്റിയില്ല, വെളിച്ചില്ല, പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എനിക്കങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളോട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം എനിക്ക് എൻ്റെ പ്രഗ്നൻസി വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം വീഡിയോസ് എല്ലാം എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ എൻ്റെ എക്സാംസും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂണിൽ ഞാൻ തുടർപഠനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം വീട്ടിലെ കാര്യങ്ങൾ, പ്രൊഫഷൻ, കുട്ടികളുടെ കാര്യങ്ങൾ, തുടർപഠനം, അപ്പോൾ ഇങ്ങനെ എല്ലാം ആകെ മൊത്തം കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ, സാഹചര്യം. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പീരീഡ്സ് ആണ്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്ന പോലെ. എന്തായാലും സ്നേഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് എനിക്ക് ചുറ്റും. അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പ്രചോദിപ്പിക്കുന്ന കാര്യം. പിന്നെ ചിലപ്പോൾ ഞാൻ ഡെസ്പായി ഡൗൺ ആയി ഇരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ ചിലപ്പോൾ എന്നിൽ വരാറുണ്ട്. ചിലപ്പോൾ ഒക്കെ എങ്കിലും എഡിറ്റ് എവിടെ നിന്ന് തുടങ്ങുന്നില്ല. ചിലപ്പോൾ അതുപോലെ വീഡിയോസ് കുറേ ഉള്ളവരെ എവിടെ നിന്ന് എന്ത് എഡിറ്റ് ചെയ്യും, അതും എനിക്ക് കൺഫ്യൂഷൻസ് ആണ്. ചിലപ്പോൾ വീട്ടിലെ പണികൾ കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ എവിടെ നിന്ന് തുടങ്ങുമ്പോൾ അങ്ങനെ സ്റ്റക്കാറുണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് പോകണം. അപ്പം 8 മന്ത് വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഏകദേശം ചെയ്തിരുന്ന. ഡോക്ടർ എന്നോട് വർക്കൗട്ട് ചെയ്യരുത് പറഞ്ഞിരുന്ന പ്രഗ്നൻസി. അപ്പോൾ അതിൻ്റെ റീസൺസ് ഒക്കെ ഞാൻ വ്യക്തമാക്കിയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും മാക്സിമം ലിങ്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഏകദേശം 4th മന്തിലെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഞാനിങ്ങനെ പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പം ഒരുപാട് ഇംപെർഫെക്ഷൻസ് എന്നിലുണ്ട്. പ്രധാനമായിട്ട് എനിക്ക് പറ്റുന്ന പ്രശ്നം ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്കുള്ള കാര്യങ്ങൾ, എൻ്റെ വീഡിയോസോ കാര്യങ്ങളോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസേഷൻ ആയ പേജാണ്. ഫിനാൻഷ്യലി ആണെങ്കിൽ എനിക്ക് വീഡിയോസ് ഇടാൻ അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ അതിലൊരു സാഹചര്യം എനിക്ക് ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഇങ്ങനെ എന്താ പറയുക, റെസ്റ്റ് ഇല്ലാതെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാണ്. ഉറക്കം പ്രശ്നം, അത് പ്രശ്നം, ഇത് പ്രശ്നം, ഇത്രയും നാൾ കുഞ്ഞുങ്ങളുടെ ഫീഡിങ് അത് ഇത് എനിക്കറിയാം. എനിക്കിത് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ അവർ സ്കൂളിൽ പോയി
പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ഒരു ജേണി എന്താണെന്നുള്ള എനിക്ക് കയ്യിലുള്ള വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടണം. കാരണം എൻ്റെ മൊബൈൽ സ്റ്റോറേജ് ഫുള്ളായിട്ടിരിക്കണം. ഞാൻ പലപ്പോഴും പല വീഡിയോസൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ ആണെങ്കിൽ എടുത്ത് വയ്ക്കും. പക്ഷേ എനിക്കത് വോയിസ് ഓവർ ചെയ്തിട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിടാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു സാഹചര്യം കൂടെ സമ്മതം ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഈ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും പറ്റാതിരിക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ ആക്റ്റീവ് ആകേണ്ടത് ഒരു പ്രാധാന്യം ചിലപ്പോൾ എൻ്റെ ഓൺലൈൻ സെക്ഷൻസിലൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ആൾക്കാർ വരാനും എന്നെക്കുറിച്ച് അറിയപ്പെടുന്ന തീർച്ചയായിട്ടും ഞാൻ ഓൺലൈനിൽ ആക്റ്റീവ് ആകണം, മീൻസ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകണം. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയി പേജുള്ള ആൾക്കാർ അവർ മാക്സിമം ഇട്ടിട്ട് പൈസ ഉണ്ടാക്കണം. പിന്നെ ഞാൻ പല ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിനെയും ട്രെയിനേഴ്സിനെ കാണുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, അന്നല്ലെങ്കിൽ അവർ വീട്ടിൽ ആരെങ്കിലും പാരൻസ് ആരെങ്കിലും ഉണ്ടല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പിന് ആളെ വെക്കാറുണ്ട്. ഞാൻ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിനേഴ്സിൻ്റെ കാര്യമാണ്. അപ്പം എൻ്റെ കാര്യം അങ്ങനെയല്ല. പക്ഷേ എനിക്കിത് ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവായി കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയുക, എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് വീഴ്ച വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇൻട്രാക്ഷനാണ്. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ വരുന്നവർക്ക് എനിക്ക് വലിയ രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവർ പറയും, ഞങ്ങളുടെ ട്രെയിനർ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫിറ്റ്നസ്സിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഉഴപ്പാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആരെയും സമ്മതിക്കില്ല. കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യമാണ് എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും എൻ്റെ പോസ്റ്റും കാര്യങ്ങളും. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒരു വാക്കടക്കം ഞാനാണ് എഴുതുന്നതും പോസ്റ്റ് ഇല്ലെന്ന് എനിക്ക് അതിനൊരു സപ്പോർട്ട് ആരെയും ഇല്ല. എല്ലാം തനിയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ആളെന്നോട് എൻ്റെ ക്ലാസ്സിൽ ട്രെയിനിങ് ഒരാൾ 2-3 ചേർന്ന് വേറെ ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പം ഇവിടെ തൊഴിലാളി മുതലാളിയൊക്കെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ്. അപ്പം എൻ്റെ വർക്കൗട്ട് വീഡിയോ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രഗ്നൻസിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും വർക്കൗട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമെന്ന്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് യൂട്യൂബിൻ്റെ ആണെങ്കിലും ഫേസ്ബുക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ ലോ ഇമ്പാക്റ്റ് കാർഡിയോ വർക്കൗട്ട് മൂവ്മെൻ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് സിമ്പിളായിട്ടുള്ള ഡാൻസ് മൂവ്സ് ആണ്. നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് നമ്മുടെ മെൻ്റൽ ഹാപ്പിനെസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇപ്പോൾ ഡാൻസ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ വർക്കൗട്ട് മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ബീറ്റിൻ്റെ കൂടെയൊക്കെ ചെയ്യാനും വളരെ നല്ലതാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ വർക്കൗട്ട് ചെയ്യുമ്പം അമ്മയ്ക്ക് ലഭിക്കുന്ന ശാരീരിക ഗുണങ്ങളെക്കുറിച്ച് പറയാം. പ്രധാനമായിട്ടും നോർമൽ ഡെലിവറി ആകാനൊന്നല്ല പ്രഗ്നൻസിയിൽ എക്സസൈസ് ചെയ്യുന്നത്. കാരണം നോർമൽ ഡെലിവറി ആകണം എന്ന് പറഞ്ഞ് എക്സസൈസ് ചെയ്യുന്ന കേസിലൊക്കെ നമുക്ക് ചിലപ്പോൾ സി സെക്ഷൻ വേണ്ടി വരും. ഇപ്പം എനിക്ക് ടിൻ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു സി സെക്ഷൻ ആയിരിക്കും എന്നുള്ളത്. പ്രധാനമായിട്ട് ലഭിക്കുന്ന ആരോഗ്യ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിനൊരു ശക്തി കിട്ടും. നമുക്ക് പ്രഗ്നൻസി സമയത്ത് വളരെയധികം ബാക്ക് പെയിൻ അതേപോലെ ക്ഷീണം പോലത്തെ അവസ്ഥകളുണ്ടാകും. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ വെയിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിനെ അപേക്ഷിച്ചിരിക്കുന്നത് വർക്കൗട്ടിന് മാത്രം അപേക്ഷയല്ല ഇരിക്കുന്നത്. മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത കാര്യമായിരുന്നു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആങ്സൈറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് വളരെ വലിയ രീതിയിലായിരുന്നു. ചെറിയ രീതിയിലൊന്നും അല്ലായിരുന്നു. ഞാൻ ഹോർമോൺ ടാബ്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എനിക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദമായിരുന്നു. അതിന് മറ്റൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് ഉള്ളൊരു പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റുഡിയോ ക്ലോസ് ചെയ്തതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും. കാരണം ഞാൻ എൻ്റെ രണ്ടാമത്തെ സ്റ്റുഡിയോ റിന്യൂ ചെയ്തിട്ട് ഒരു 1.5 വർഷം ആകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ക്ലോസ് ആയിപ്പോയി. മാത്രമല്ല ഇപ്പോൾ ഈ വർക്കൗട്ട് ഔട്ട്ഡോർ ചെയ്യാൻ തന്നെ പ്രധാന കാരണം സ്റ്റുഡിയോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തുറക്കുന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അതായത് ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഒന്നും കോവിഡിൻ്റെ സമയത്ത് തുറക്കാൻ പാടില്ല എന്നുള്ള ഭയങ്കര കർശന നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഔട്ട്ഡോർ വീഡിയോ ഷൂട്ട് തന്നെ ചെയ്യുന്നത്. പ്രഗ്നൻസിയിൽ വ്യായാമം ചെയ്യുന്നത് ഷുഗർ ലെവൽ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ. എക്സസൈസ് ചെയ്താൽ പ്ലാസൻ്റെ വഴി കുഞ്ഞിന് കൂടുതൽ ഓക്സിജനും ന്യൂട്രീഷൻസും ലഭിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കും. അതായത് സ്റ്റഡീസ് പ്രകാരം ആക്റ്റീവായ അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അത് എൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പ്രഗ്നൻസിയിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ചെറുതുങ്ങൾ ഭയങ്കര ആക്റ്റീവാണ്. അത് പല വീഡിയോസും റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവും. കുഞ്ഞുങ്ങൾക്ക് ഫിറ്റ്നസ്സിനോട് വളരെ താല്പര്യമാണ്. കൂടാതെ ഹാർട്ട് ഡെവലപ്മെൻറ്റ്, സർക്കുലേഷൻ സപ്പോർട്ട്, ഹെൽത്തി ഗ്രോ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആക്റ്റീവ് ആകുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങൾ വളരെയധികം എനർജറ്റിക് ആയിരിക്കും. അവർ പുറത്ത് വരുമ്പോൾ അവരുടെ ആക്ടിവിറ്റീസൊക്കെ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ അമ്മമാർക്ക് ഈ ഒരു 4th മന്തിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനർജി ലെവൽ മെച്ചപ്പെടും, ബാക്ക് പെയിൻ ഹിപ്പ് പെയിൻ കുറയും, അതുപോലെ പോസ്ചർ ഇമ്പ്രൂവ് ചെയ്യും എന്നിങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് ലഭിക്കുന്നത്. വോയിസിൽ ചേഞ്ചസ് നിങ്ങൾക്ക് തോന്നാം. കാരണം പല സമയങ്ങളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് പല മാസങ്ങളിലൊക്കെ ആയിട്ടാണ് ഇതിനൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ കുറച്ച് പ്രഹസനങ്ങളല്ല, ആ സമയത്ത് എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന സിമ്പിൾ ഡാൻസ് സ്റ്റെപ്സ് ആണല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. കറങ്ങിയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് തല കറങ്ങുന്നൊരു ബുദ്ധിമുട്ട്, ബാലൻസ് കിട്ടാത്ത പോലെ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ട്വിൻ പ്രഗ്നൻസി ആയ ഒരു സ്ത്രീയുടെ അതിസാഹസികതയാണ്. സംഭവം വളരെ സിമ്പിളാണെന്ന് കാണുമ്പോൾ തോന്നിയാലും പക്ഷേ സിമ്പിൾ അല്ലായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ താഴെ നിന്നൊരു ചെറിയൊരു പുല്ല് പറിച്ച് ഒന്ന് കറക്കിയിട്ട് ഒന്ന് ജസ്റ്റ് സ്ലോ മോഷൻ ഓടാന്നൊക്കെ കരുതുന്നു. പക്ഷേ എല്ലാം വിഫലമായി. എൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട് ഹസ്ബൻഡ് എനിക്ക് ചെറിയൊരു പുല്ലിൻ്റെ കഷ്ണം പറിച്ചു തന്നു. ഈ വീഡിയോ കാണുമ്പോൾ തോന്നുമോ ഈ പുല്ലിൻ്റെ കഷ്ണം ഇങ്ങനെ ജസ്റ്റ് കറക്കി എറിയാനായിരുന്നോ എന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത 2 കാര്യങ്ങളും ഡെലിവറിക്ക് ശേഷം ഞാൻ ചെയ്തു. എൻ്റെ കൊറിയോഗ്രാഫിയിൽ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന താഴേന്ന് പുല്ല് പറിച്ച് കറക്കി എറിയുക, അതോടൊപ്പം വട്ടം ചുറ്റുക, ഈ 2 കാര്യങ്ങൾ എനിക്ക് പറ്റിയിരുന്നില്ല.